നമസ്കാരം. ഷെക്കന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം നേരിടുന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം, അതിനെപ്പറ്റിയാണ് ഇന്ന് ഷെക്കന 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ. പത്തനംതിട്ട ജില്ലയിൽ മാത്രം ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു. 61,000-ലധികം വീടുകളാണ് ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നത്. യുവതലമുറ നാടുവിടുന്നു, കലാലയങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാകുന്നു. ഒപ്പം തന്നെ ഈ ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ അവകാശികളില്ലാതെ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. വയോധികരുടെ ഒരു നാടായിട്ട് മധ്യ തിരുവിതാംകൂർ, പ്രത്യേകിച്ച് പത്തനംതിട്ട ആ ഒരു ജില്ല മാറുന്ന അതിദാരുണമായിട്ടുള്ള ഒരു കാഴ്ച. എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം മധ്യ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് നമ്മുടെ യുവതലമുറ അനിയന്ത്രിതമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കും തൊഴിലിനും വിദ്യാഭ്യാസത്തിനും മറ്റുമായിട്ട് നാടുവിടുന്നു? ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സോഷ്യൽ ആക്ടിവിസ്റ്റ് ശ്രീ ജോൺ സാമുവൽ, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ഡോക്ടർ അഭിലാഷ് ജി രമേശ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജോൺ സാമുവൽ, അങ്ങേക്ക് പത്തനംതിട്ട ജില്ലയുടെ ആ ഒരു പൾസ് അറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ കുറച്ച് വർഷങ്ങളായുള്ളൂ നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നമുക്ക് ദർശിക്കാൻ തുടങ്ങിയിട്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് സ്വാഭാവികമായിട്ട് നിരവധി വിദേശ കുടിയേറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ എണ്ണം ഇങ്ങനെ ക്രമാതീതമായി ഈ അടുത്ത നാളുകളിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം, ഒരു സാഹചര്യം പത്തനംതിട്ട ജില്ലയിൽ സംഭവിക്കുന്നത്? ശ്രീ ജോൺ സാമുവൽ. പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, സത്യം പറഞ്ഞാൽ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗങ്ങള്, കൊല്ലം, ഇതിവിടെ എല്ലാം കാരണം ഈ മധ്യ തിരുവിതാംകൂറിൽ അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആദ്യത്തെ മൈഗ്രേഷൻ ഏതാണ്ട് ഒരു 50 തൊട്ട് 60, 70 ആയപ്പോഴത്തേക്ക് കൂടി ഗൾഫ് മൈഗ്രേഷൻ ആയി. ഈ ഗൾഫ് മൈഗ്രേഷന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരതാമസം സാധ്യമല്ല, അവിടെ അവർക്ക് വീടുകൾ മേടിക്കാൻ സാധ്യമല്ല. ഇപ്പോഴാണ് ഗോൾഡൻ വിസയും ലീസ് ദുബായിലൊക്കെ ഫ്ലാറ്റ് മേടിക്കാനൊക്കെ ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ സാധാരണ എല്ലാവരുടെയും ഒരു സ്വപ്നം ഒരു വീട് എന്നുള്ളതായിരുന്നു. അപ്പം 1980-കളിൽ സ്ഥലത്തിന്റെ വില പതുക്കെ കൂടി വന്നു. സ്ഥലത്തിന് ഡിമാൻഡ് വന്നു. ഗൾഫിൽ പോയ ഒന്നാം തലമുറ മൈഗ്രേഷൻ അവരുടെ ഡ്രീം വീടുകൾ വെക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ വീടുകൾ ഒരുപാട് വെച്ചു. അതുപോലെ അപ്പോൾ റെമിറ്റൻസ് എക്കോണമി എന്ന് പറയുന്നത് 1987 മുതലാണ് കേരളത്തിലെ റെമിറ്റൻസ് എക്കോണമി വളരെ കൃത്യമായിട്ട് കൂടിയതും അതനുസരിച്ച് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസ് സെൻഡ് മണി ബാക്ക് ടു ദർ നേറ്റീവ് പ്ലേസ്. കാരണം അവരുടെ അച്ഛൻ അമ്മമാരുണ്ട്, അവിടെ സ്ഥലങ്ങൾ മേടിക്കും, കെട്ടിടങ്ങൾ പണിയും. പക്ഷെ പറ്റുന്നതെന്ന് പറഞ്ഞാല് സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസ് ആകുമ്പോഴത്തേന്, കാരണം ഇവരുടെ മക്കളെല്ലാം ഒന്നിൽ ദുബായിലോ അബുദാബിയിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ ഒക്കെ ജനിച്ചു വളർന്നിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിനാണ് മറ്റു കാര്യത്തിനാണ് അവർ മറ്റ് യൂറോപ്യൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇവിടെയൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് ദേ വെർ വെരി അർബനൈസ്ഡ്. അതായത് ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫ്രം റൂറൽ കേരള. അവര് അത്ര അർബനൈസ്ഡ് അല്ലായിരുന്നു, അവരുടെ സോഷ്യലൈസേഷൻ ഈസ് റൂറൽ. പക്ഷെ അവരുടെ മക്കളുടെ കാലം വന്നപ്പോഴത്തേന് അവരുടെ സോഷ്യലൈസേഷൻ ഈസ് ടോട്ടലി അർബൻ. അവർ ഫ്ലാറ്റുകളിൽ ജനിച്ച് സ്കൂളുകളിൽ പോയി, അങ്ങനെ പോയപ്പോഴത്തേന് ദേ ലുക്ക് ഫോർ ദ അർബൻ സെറ്റിംഗ്. അപ്പൊ രണ്ട് രീതിയിൽ സംഭവിച്ചു. ഒന്ന്, ഈ മധ്യ തിരുവിതാംകൂറിലുള്ളവര് തിരുവനന്തപുരത്തോട്ടും, ഉദാഹരണത്തിന് എനിക്ക് തിരുവനന്തപുരത്ത് വീടുണ്ട്, തിരുവനന്തപുരത്തോട്ടും എറണാകുളത്തോട്ടും ബാംഗ്ലൂരിലോട്ട് മാറാൻ തുടങ്ങി കുറെ പേര്. അതാണ് ഫസ്റ്റ് ഷിഫ്റ്റ് ഹാപ്പൻ. അപ്പൊ ഇവിടുത്തെ വീടുകൾ മാറ്റിയിട്ട് അവർക്ക് ഒരു അർബൻ സെറ്റിംഗിൽ വേണമെന്നുള്ളൊരു കുറെ പേര് മാറി. രണ്ടാം ജനറേഷൻ വന്നപ്പോഴത്തേന് ഇവര് ഈ വീടുകളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. കാരണം അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം ദിസ് ബിക്കം എ വെക്കേഷൻ ഹോം ഫോർ ദം. ആ വെക്കേഷൻ ഹോം എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ 2 മാസം അല്ലെങ്കിൽ 1 മാസം വന്ന് താമസിക്കുന്നു, പിന്നെ പോകുന്നു, ഒരു വെക്കേഷൻ ഹോം. പക്ഷെ തേർഡ് ജനറേഷൻ മൈഗ്രൻസ് വരുമ്പോഴത്തേന് ഈ ദേ ഡോണ്ട് നോ ദ ലാംഗ്വേജ്, അവർക്ക് ഭാഷ ഇല്ല. അവർ പിന്നെ ദേ ആർ ടൂറിസ്റ്റ് ഹിയർ. ഇവർക്ക് ഈ സ്ഥലത്തിന്റെ, എൻ്റെ കുടുംബത്തിൽ ഇതേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്.
എന്റെ 3ാം ജനറേഷൻ 3rd ജനറേഷൻ മൈഗ്രൻസ് ആണ് ഞങ്ങളുടെ കുടുംബത്തിൽ. അപ്പൊ എന്താണ്, അപ്പൊ 3rd ജനറേഷൻ മൈഗ്രൻസ്, എന്റെ മക്കളൊന്നും മലയാളം സംസാരിക്കത്തില്ല. കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ്, എന്താ പറഞ്ഞേ, ദേ ആർ ട്രൂലി ഗ്ലോബലൈസ്ഡ്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇവിടുത്തെ സ്ഥലമോ അതിന്റെ ആധാരമോ അതിന്റെ അതിരോ ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ വീടുകള് പൂട്ടിയിട്ടും they don't have any kind of, ഒരു 3rd ജനറേഷൻ ആകുമ്പം they don't have a sense of belonging. 2nd ജനറേഷന് സെൻസ് ഓഫ് ബിലോങ്ങിങ് ആണ്. 3rd ജനറേഷന് സെൻസ് ഓഫ് ബിലോങ്ങിങ് വളരെ കുറവായിരിക്കും. അവർ കേരളത്തിൽ വരുവാന്ന് പറഞ്ഞാൽ കുമരകം ലേക്ക് റിസോർട്ടിൽ പോകും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് താമസിക്കും, 5 സ്റ്റാറിൽ താമസിക്കും. For them, Kerala is not even a nostalgia. It's dad's land, right? Or mom's land. അവർക്ക് അവിടെ റിലേറ്റീവ്സ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല. അപ്പൊ ഇത് നമ്മൾ സ്റ്റാർക്കായിട്ട് കാണുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പക്ഷെ ഇത് മധ്യതിരുവിതാംകൂറിൽ കോട്ടയം തൊട്ട് തെക്കോട്ട് കൊല്ലം വരെ, ബേസിക്കലി ഞാൻ എപ്പോഴും പറയും കോട്ടയം തൊട്ട് കൊട്ടാരക്കര വരെ ആ ഒരു സ്പേസ് ആണ്. എസ്പെഷ്യലി ഇറ്റ് ഹാപ്പൻസ്, പ്രൈമറി ഇറ്റ് ഹാപ്പൻസ് വിത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമൊന്നുമല്ല, നായർ കമ്മ്യൂണിറ്റിയിലും പറ്റി. തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എന്റെ തൊട്ട് മുന്നിൽ ചീഫ് സെക്രട്ടറിയുടെ മനോഹരമായ ഒരു വീടായിരുന്നു. അദ്ദേഹം പിന്നെ ചീഫ് സെക്രട്ടറി നായർ സാർ, അദ്ദേഹത്തിന്റെ മനോഹരമായ വീട്. അദ്ദേഹത്തിന്റെ മക്കള് എല്ലാവരും ഭയങ്കരമായിട്ട് പഠിച്ച് IIT ഒക്കെ, ഒരാൾ ജപ്പാനിലാണ്, ഒരാൾ UK-ലാണ്. 3rd ജനറേഷൻ ഡോണ്ട് ഹാവ് എനിത്തിങ്. ആ വീട് നശിച്ചു പോകുന്ന എന്റെ കണ്ണു മുമ്പ് വെച്ചാൽ. പക്ഷെ അവിടെ റിയൽ എസ്റ്റേറ്റിന് വില ഉണ്ടായതുകൊണ്ട് അവരുടെ പുറയിലത്തെ തെങ്ങും തോട്ടം ഫ്ലാറ്റ് ആകുകയും കണ്ടവും ഫ്ലാറ്റ് ആകുകയും അവരുടെ വീടിപ്പം അവിടെ ലാ ഫോർണ എന്ന് പറയുന്ന ഒരു എന്താ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഈ തിരുവനന്തപുരത്തിന്റെ നടുക്ക് ഉള്ള അപ്പൊ ഇത് തിരുവനന്തപുരത്ത് ഒരുപാട് വീടുകൾ ഇതുപോലെ ഉണ്ടായിരുന്നു. എൻ്റെ കസിൻസിന് തിരുവനന്തപുരത്ത് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം റിയൽ എസ്റ്റേറ്റിന് വില ഉണ്ടായതുകൊണ്ട് അത് വിറ്റുപോയി. ഇപ്പൊ പത്തനംതിട്ട അല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ കേരളയിൽ പറ്റുന്നതെന്ന് പറഞ്ഞാല് ഇവർക്ക് വീട് വിൽക്കണം, and they expect the old price and there are not many buyers. ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടില് ഇപ്പം ഞാൻ മാത്രമാണ് എൻ്റെ ജനറേഷനിൽ തിരിച്ചു വന്ന ഒരാൾ. ഞാൻ മാത്രമാണ് എൻ്റെ ഫാമിലി. ഡിസ്പൈറ്റ് ഐ സ്പെൻഡ് 30 years globe trotting all over the world, I could have settled anywhere. ഞാൻ മാത്രമാണ് തിരിച്ചു വന്നത്. എൻ്റെ മക്കൾക്ക് കുറച്ച് നൊസ്റ്റാൾജിയ കാണും, കാരണം കുറച്ചു നാൾ ഞാൻ മനഃപൂർവ്വം അവരെ കേരളത്തിൽ കൊണ്ടുവന്നു. പക്ഷെ എൻ്റെ വീട്ടിലുള്ള ആരും അവരുടെ മക്കളോ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. അവരെല്ലാം വലിയ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വീടുണ്ടാക്കിയില്ല എന്നത് അതും മനഃപൂർവ്വം അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതാണ് കേരളത്തിൽ നേരിടുന്ന പ്രശ്നം. 3rd ജനറേഷൻ ക്യുമുലേറ്റീവ് മൈഗ്രേഷൻ. ഓക്കെ, അങ്ങ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ കോട്ടയം മുതൽ കൊട്ടാരക്കര വരെ ആ പ്രദേശങ്ങൾ നേരിടുന്ന ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയുടെ ഒരു ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണ് ശ്രീ ജോൺ സാമുൽ വിശദീകരിച്ചത്. ഞാൻ ഡോക്ടർ അഭിലാഷിലേക്ക് വരികയാണ്. നമ്മൾ ഈ വിദ്യാർത്ഥികളുടെ ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. നമ്മുടെ ഭരണകൂടങ്ങൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളം, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെ പർദീസയാണ് കേരളം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ മറുസൈഡിൽ വിദ്യാർത്ഥികൾ അനിയന്ത്രിതമായിട്ട് വിദേശങ്ങളിലേക്ക് കുടിയേറുന്നു. അങ്ങൊരു അധ്യാപകൻ കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസത്തിനും മറ്റുമായി അവിടേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ നാടിനെ വെറുക്കുക എന്നൊരു പദം ഞാൻ യൂസ് ചെയ്യുന്നില്ല, നാട്ടിലേക്ക് തിരിച്ചു വരാൻ മടിക്കുന്നത്, അവിടെ തന്നെ സെറ്റിൽ ആവുന്നത്? ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഈ വിദ്യാർത്ഥികളുടെ, ഇപ്പോഴത്തെ ന്യൂജൻ വിദ്യാർത്ഥികളുടെ ആ ഒരു മനസ്സ് എന്തുകൊണ്ട് ആ രീതിയിലേക്ക് വിദേശത്തേക്ക് ചായും? ഡോക്ടർ അഭിലാഷ്. ഇതിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട് ഓഫർ ചെയ്യുന്ന സിലബസ്, യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന സിലബസ് ഒരു ഡിഗ്രി, നിങ്ങളൊരു ആർട്സ് ഡിഗ്രിയോ ഒരു. രണ്ടാമത്തെ കാര്യം, തൊഴിലവസരങ്ങൾ മാത്രമല്ല സ്റ്റാർട്ടപ്പുകളുടെ അവസരങ്ങൾ. അതോടൊപ്പം തന്നെ യുവാക്കൾ വളരെ ക്രൂര നാട് കൂടിയാണ്. കാരണം അവർക്ക് സ്വസ്ഥമായിട്ടോ സ്വതന്ത്രമായിട്ടോ ചിന്തിക്കാനോ പെരുമാറാനോ നമ്മൾ ഈ അവകാശപ്പെടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യവും ഒരു അധ്യാപന ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. കാരണം അത് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോ കേരളത്തെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാടൊക്കെ കൂട്ടിഘോഷിക്കുന്നുണ്ട്. നമ്മള്
ഒരുപാടൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്. കേരളം എന്ന് പറയുന്നത് ഭയങ്കര വളരെ വളരെ വിശാലമായ ആശയങ്ങളൊക്കെ വെച്ച് പുറത്താണ്. പക്ഷെ ഒരു ചെറുപ്പക്കാരനോടോ ചെറുപ്പക്കാരിയോടോ നമ്മൾ ചോദിച്ചു നോക്കുക, അവര് ഇവിടെ ഈ സ്റ്റേറ്റില് ജഡ്ജ് ചെയ്യപ്പെടുന്നത് പോലെ വേറെ ഒരിടത്തും ജഡ്ജ് ചെയ്യപ്പെടുന്നില്ല. അവർക്ക് സ്വസ്ഥമായ ഒരു വസ്ത്രം ധരിക്കാനോ സ്വതന്ത്രമായ ഒരു വസ്ത്രം ധരിക്കാനോ സ്വതന്ത്രമായിട്ടൊന്ന് നടക്കാനോ പോലും പറ്റാത്ത രീതിയിൽ മധ്യവയസ്കന്മാരുടെ ജഡ്ജ് ചെയ്യുന്ന കണ്ണുകൾ അവരെ നിരന്തരം പിന്തുടരുകയാണ്. ഇത് ഒന്നോ രണ്ടോ ഇൻസ്റ്റൻസ് അല്ല, ഒരുപാട് ഇൻസ്റ്റൻസിൽ നേരിട്ടും അല്ലാതെയും പറഞ്ഞും കേട്ടുമുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. പിന്നെ കോളേജസിന്റെ കാര്യം പറഞ്ഞു. കോളേജസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഡിഗ്രി ചേൺ ഔട്ട് ചെയ്യുന്ന കുറെ ഫാക്ടറികൾ എന്നതിനപ്പുറത്തേക്ക് ഒരു കുട്ടിക്ക് 3 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു തൊഴിലോ സ്കില്ലോ ലഭിക്കുന്ന രീതിയിൽ ഇന്നും കൺവെൻഷണൽ സിലബസ് മാറിയിട്ടില്ല. FIUGP വന്നു. FIUGPക്കകത്ത് പോലും സ്കിൽ കോഴ്സസിന്റെ റെലവൻസ് വരുന്നില്ല. ഇത്തരത്തിലൊക്കെയുള്ള ഇഷ്യൂസ് വളരെ റെലവെന്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ കോളേജുകൾ കാര്യമാകുന്നു എന്നുണ്ടെങ്കിൽ കോളേജുകൾ കാലിയാകുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ പോളിസീസ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഇവിടെ. ഓക്കെ, ഈ കലാലയങ്ങൾ കാലിയാകുന്നു, അത് വലിയൊരു അങ്ങ് പറഞ്ഞു നിർത്തിയ ആ ഒരു പോയിന്റ്, അത് വലിയൊരു ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമല്ലേ, പ്രത്യേകിച്ച് ഭാവിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ. അതായത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ യുവതലമുറയെ നമ്മുടെ ദേശഭക്തിയിലേക്ക് അല്ലെങ്കിൽ നാടിന് അനുകൂലമായിട്ടുള്ള ചിന്താഗതിയിലേക്ക് നമ്മുടെ സംസ്കാരത്തിലേക്ക് നമുക്ക് അവരെ വളർത്താൻ സാധിക്കുന്നില്ല. കാരണം കലാലയങ്ങളിലാണല്ലോ ഭാവി തലമുറയെ നമ്മൾ വാർത്തെടുക്കുന്നത്, നമ്മുടെ നാടിന് യോജിച്ച രീതിയിൽ നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് തലമുറ നഷ്ടപ്പെടുന്നു. അവർ പഠിക്കുന്നതും അവർ കണ്ടറിയുന്നതും മറ്റ് രാജ്യങ്ങളിലെ മറ്റ് നാടുകളിലെ സംസ്കാരമാണ്. അപ്പോൾ നമ്മൾ ഒരു 10, 20, 30 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ തലമുറയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് അത്ര ശുഭകരമായിട്ടുള്ള ഒരു സൂചന അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയല്ലല്ലോ ഈ കലാലയങ്ങൾ അടച്ചുപൂട്ടുന്ന ഒരു പ്രതിഭാസം നമുക്ക് നൽകുന്നത്. അത് വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയല്ലേ ഡോക്ടർ? എക്സാക്ട്ലി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. കാരണം പഴയ കാലത്തിന്റെ മൂല്യങ്ങളോ അല്ലെങ്കിൽ പഴയ കാലത്തിന്റെ പാഠ്യപദ്ധതികളോ വെച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരെ നിലനിർത്താൻ നമുക്ക് കഴിയില്ല. കാരണം ഒരു ഡിഗ്രി കോഴ്സിൽ പഠിക്കുന്ന കാര്യങ്ങളുടെ 90% കേവലം 2 ആഴ്ച കൊണ്ട് ഒരു LLM ഏജന്റ് വഴി അവർക്ക് പഠിക്കാൻ കഴിയും. ആ രീതിയിൽ വിജ്ഞാനം അവരുടെ കൈത്തുമ്പിൽ വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവർ 3 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഒരു കോളേജിൽ അവരുടെ 3 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ തൊഴിൽ ലഭിക്കുന്ന ഒരു സാധ്യത പോലും ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ 70കളുടെ ചിന്താഗതിയും വെച്ചുകൊണ്ട് 2026നെയും ഭാവിയെയും അളക്കാൻ ശ്രമിക്കുന്ന മധ്യവയസ്കന്മാരുടെ പോളിസി ഫെയിലിയർ ആണിത്. ഇറ്റ്സ് എ ടോട്ടൽ ഫെയിലിയർ ഓഫ് ദി എക്സിസ്റ്റിംഗ് മിഡിൽ ഏജ് പോളിസി മേക്കർ. ചെറുപ്പക്കാർക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ചെറുപ്പക്കാരിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ ഇപ്പോൾ മധ്യവയസ്കരായിട്ടുള്ളവർ അവർക്ക് വേണ്ടി ചിന്തിക്കാൻ നിൽക്കുന്നിടത്താണ് ഇതിനകത്ത് ഏറ്റവും വലിയ പരാജയം. ലോകം മാറുന്നു. ഇപ്പോ ക്ലൗഡ് ഏജന്റ് വന്നിട്ടുണ്ടല്ലോ, അതില് ഇപ്പം സോഫ്റ്റ്വെയർ സിസ്റ്റംസ് തന്നെ തകിടം മറിയുകയാണ്. ഓരോ ദിവസവും മാറുന്ന ലോകത്തിനനുസരിച്ച് നിങ്ങൾ സിലബസ് മാറ്റാനോ കോഴ്സ് മാറ്റാനോ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനോ ഒന്നും തയ്യാറാവുന്നില്ല. സോ ഒബ്വിയസ്ലി ചിൽഡ്രൻ വിൽ ഫ്ലീ. ഒരു ആദ്യം കിട്ടുന്ന പണ്ട് +2 വരെയോ ഡിഗ്രി വരെയോ നിൽക്കുമെങ്കിൽ ഇപ്പോൾ ഡിഗ്രിയും അല്ല +2 അല്ല 10ാം ക്ലാസ് കഴിഞ്ഞ് എങ്ങനെ നാട് വിടാം എന്നാണ് കുട്ടികൾ ആലോചിക്കുന്നത്. അപ്പം ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിന്റെ സാധ്യതയിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അവരെ ജഡ്ജ് ചെയ്യുന്ന കണ്ണുകൊണ്ട് നിന്ന് അവരെ നോക്കുന്നതിന് പകരം അവരെ ചേർത്ത് നിർത്താനും അവർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവരെ കൂടി ഉൾക്കൊള്ളിക്കാനുള്ള മനോഭാവം ആ ഒരു മനോസ്ഥിതി വിശാലമാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നത് സാഡ് റിയാലിറ്റിയാണ്. ഞാൻ ശ്രീ ജോൺ സാമുലിലേക്ക് വരികയാണ്. ശ്രീ ജോൺ സാമുൽ, നമുക്കറിയാം ഈ ഒരു റിയാലിറ്റി നേരത്തെ അങ്ങ് വളരെ മനോഹരമായിട്ട് ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ജനറേഷനുകളിൽ സംഭവിക്കുന്ന ആ മാറ്റം അത് വളരെ മനോഹരമായിട്ട് അങ്ങ് അവതരിപ്പിച്ചു. അപ്പോൾ ഈ ഒരു മാറ്റം അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ ഈ പറയുന്ന പ്രദേശങ്ങളിൽ, കോട്ടയം മുതൽ കൊട്ടാരക്കര വരെയുള്ള പ്രദേശങ്ങളിൽ അത് സൃഷ്ടിക്കുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് അത് വലിയ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമല്ലേ? പ്രത്യേകിച്ച് വയോധികരായിട്ടുള്ള മാതാപിതാക്കൾ, അവർ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സാഹചര്യം, അവരെ ക്യാമറയിലൂടെ മാത്രം നോക്കിക്കാണുന്ന മക്കളുടെ എണ്ണം കൂടുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പൂട്ടിക്കിടക്കുന്ന വീടുകൾ, അത് പിന്നെ ആ സ്ഥലവും വീടുമൊക്കെ റിയൽ എസ്റ്റേറ്റ് മാഫിയ കൈയെടുക്കുന്നു, മറ്റ് രീതിയിലുള്ള പല പ്രശ്നങ്ങളും അവിടെ സൃഷ്ടിക്കുന്നു. ഒരു ഇലക്ഷനൊക്കെ വരുമ്പോൾ നമുക്കറിയാം ജനസംഖ്യയാണ് അല്ലെങ്കിൽ ജനസംഖ്യയിലെ ആ ഒരു ബലമാണ് ഒരു വോട്ടിംഗ് അല്ലെങ്കിൽ ഒരു ഭരണത്തിൽ ആര് വരണം അല്ലെങ്കിൽ ആര് വരരുതെന്നൊക്കെ തീരുമാനിക്കണം. അപ്പോൾ അങ്ങനെ പല 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 പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമല്ല. ഇത് സൃഷ്ടിക്കുന്ന ഒരു ഡെമോഗ്രഫിയിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്ട് അത് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ശ്രീ ജോൺ സാമൻ? ഇതിന്റെ വേറൊരു വശം കൂടെ ഞാൻ പറയാം. ഈ ജനസാന്ദ്രത ഉള്ളിടത്തു നിന്ന് മൈഗ്രേഷൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല. ഇപ്പൊ യു ഫീൽ ഇറ്റ് ബിക്കോസ് സോഷ്യൽ മീഡിയ ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പം പാലക്കാട്ട് നിന്ന് ശ്രീലങ്കയിലേക്കും
അതുപോലെ മധ്യ തിരുവിതാംകൂറിൽ നിന്നും മലയ, സിംഗപ്പൂർ അതിലേക്കൊക്കെ പോയതെന്ന് പറഞ്ഞാൽ 1930 തൊട്ട് പോകുന്നുണ്ട്. പിന്നെ നൈജീരിയ, അധ്യാപകരായിട്ട് നൈജീരിയയിലും എത്യോപ്യയിലും ഒക്കെ പോയിട്ടുള്ളവരുണ്ട്. അപ്പം ഈ മാറ്റങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ എല്ലാ സക്സസ് മോഡലും NRI മോഡലുകളാണ്. നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരെ നോക്കി, യൂസഫലി ആയാലും രവിപിള്ള ആയാലും എല്ലാവരും, കേരളത്തിലെ മികച്ച എഴുത്തുകാരെ നോക്കി, എല്ലാവരും കേരളത്തിന് വെളിയിൽ പോയി ഇത് വന്നിട്ട്. ആ കേരളത്തിലൊരു പ്രശ്നവും മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഇല്ല എന്നുള്ളത്. അപ്പം എല്ലാ സക്സസ്ഫുൾ മോഡലും ഇവിടെ സാധാരണക്കാരെ നോക്കുമ്പോൾ പൈസയുടെയും സ്വാധീനത്തിന്റെയും എല്ലാ മോഡലുകളും കേരളത്തിന് വെളിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോയി ഉണ്ടായവർ. ഇതൊരു വളരെ വാസ്തവം. കേരളത്തിലെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഇപ്പോഴും NRI ഇൻവെസ്റ്റ്മെന്റുകൾ. അപ്പം ഒരു വളർന്നു വരുന്ന കുട്ടി നോക്കുമ്പോൾ എന്താണ് കേരളത്തിൽ കിട്ടാവുന്ന ജോലി എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയാണ്. സർക്കാർ ജോലി ഒരു സംഘടിത മേഖലയാണ്. കേരളത്തിൽ അതിന് അപ്പുറം 1 ലക്ഷം രൂപ എങ്കിലും ശമ്പളം കിട്ടുന്നവർ വളരെ കുറവാണ്. വെരി ഫ്യൂ പീപ്പിൾ ഹു മാനേജ് ടു ഗെറ്റ് 1 lakh പെർ മന്ത്. IT-യിലും അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. ഒരു നേഴ്സിന് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം 25,000 രൂപയാണ്. പക്ഷെ അതിന്റെ 10 അല്ലെങ്കിൽ 30 ഇരട്ടി വിദേശത്ത് പോയാൽ കിട്ടും. അപ്പം ഒരു സക്സസ് മോഡൽ എന്ന് പറയുന്നത് കേരളത്തിൽ അധികമില്ല. വളരെ ചുരുക്കം പേരേ ഉള്ളൂ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആയ. 2, കേരളത്തിലെ ന്യൂ ലിബറൽ പിന്നെ ഒരു മനസ്ഥിതി 1990-കൾ തൊട്ട് വന്നു. അപ്പൊ എല്ലാവരും വാട്ട് ഡു ഐ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, എനിക്കതുകൊണ്ട് എന്ത് ലാഭം എന്ന് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ഒരു വ്യക്തിഗത ചിന്താഗതി ഭയങ്കരമായിട്ട് വന്നു. അതായത് സമൂഹത്തെക്കാട്ടിൽ വാട്ട് ഡു ഐ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം പറഞ്ഞ പോലെ ഈ എക്സ്പ്ലോഷൻ, ഡിജിറ്റൽ വേൾഡ് വന്നപ്പോഴത്തേന്, ഡിജിറ്റൽ ട്രാൻസിഷൻ വന്നപ്പോഴത്തേന് ഇൻഫർമേഷൻ ഈസ് ഈസിലി അവൈലബിൾ. നേരത്തെ ഒക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അതിന്റെ റാങ്കിങ് ഒന്നും കുട്ടികൾക്ക് മനസ്സിലായില്ല. അപ്പം ഓപ്ഷൻസ് ആർ അവൈലബിൾ. 4-മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേരളം ഇപ്പോഴും ഒരു നിയോ കൺസർവേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പം ചെറുപ്പക്കാരെ സംബന്ധിച്ചിട്ട് ഒരു കോസ്മോപൊളിറ്റൻ അനോണിമിറ്റി. ഇപ്പൊ എന്റെ മകൻ ജർമ്മനിയിലാണ് PhD ചെയ്തത്, ഫുൾ സ്കോളർഷിപ്പോട് കൂടിയാണ് ചെയ്തത്. അപ്പം ഇന്ത്യയിലാണ് പഠിച്ചത്. ഇന്ത്യയിൽ പഠിച്ചിട്ട് PhD-ക്ക് ഫുൾ സ്കോളർഷിപ്പോട് കൂടി ജർമ്മൻ ചാൻസലേഴ്സ് വിലയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പൊ മലയാളം അറിയാം. ഞാൻ മനഃപൂർവ്വം കേരളത്തിൽ കൊണ്ടുവന്ന് മലയാളം പഠിപ്പിച്ചു. മലയാളം നേരത്തെ അറിയില്ല. അവരെയൊക്കെ സംബന്ധിച്ചിട്ട് they feel that they don't have the kind of freedom. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഞാന് വിദേശത്തെല്ലാം ബർമൂഡ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ എനിക്ക് അതുപോലെ കൈലി ഉടുക്കാനും ഒരു പ്രശ്നവുമില്ല. മുണ്ടുടുക്കാം, അഴിഞ്ഞു വീഴുമെന്ന് എനിക്കൊരു പേടിയില്ല. കാരണം ഐ എം യൂസ് ടു ദാറ്റ്. പക്ഷെ എൻ്റെ മകന് അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ഈ എൻ്റെ ഗ്രാമത്തിൽ കൂടെ അല്ലേ ബർമൂഡ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാല് എല്ലാവരും യു ലുക്ക് അറ്റ് ഓഡ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ സ്വാതന്ത്ര്യം കുറഞ്ഞു എന്നുള്ളതും കേരളത്തിൽ ഒരു നിയോ കൺസർവേറ്റീവ് സൊസൈറ്റി ആയി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരെ സംബന്ധിച്ചിട്ട് ഇപ്പൊ അവരുടെ ഓപ്ഷൻസ് ആൻഡ് ഫ്രീഡംസ് ആർ ഇമ്മൻസ്. അപ്പൊ ഇത് അവസരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പീപ്പിൾ വാണ്ടഡ് ടു ലിവ് ഇൻ എ കോസ്മോപൊളിറ്റൻ അനോണിമിറ്റി. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നാട്ടില് ഒരാള് 6 മണിക്ക് വീട്ടിൽ വന്നില്ലെങ്കിൽ 7 മണിക്ക് വീട്ടിൽ വന്ന് ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും, എപ്പോഴാ വരുന്നത്. എന്റെ മക്കള് പറയുന്നതാണ്. നൗ ദേ ആർ ഫ്രീ, ദേ ക്യാൻ ചൂസ് ദെയർ ലൈഫ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് സോഷ്യൽ പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അവസരങ്ങള്, വിദ്യാഭ്യാസം, ഇൻഫർമേഷൻ അവൈലബിലിറ്റി, ഓപ്ഷൻസ്, ബട്ട് ഓൾസോ ഈ സമൂഹത്തിന്റെ ഒരു ന്യൂ കൺസർവേറ്റീവ് സമൂഹത്തിൽ നിന്ന് മാറി. ഞാൻ ഈ വെളിയിൽ ജീവിച്ചത് കൊണ്ട്, ഏതായാലും ഞാൻ 20 വയസ്സിൽ നാട് വിട്ടതാണ്. അപ്പൊ ഞാൻ എന്റെ കാര്യം തന്നെ പറയാം. ഞാൻ പഠിച്ചതെല്ലാം കേരളത്തിന് വെളിയിൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ കോളേജ് അധ്യാപനോ ആയിരുന്നു. കോളേജ് ഞാനിപ്പോ ഒരു പ്രിൻസിപ്പൾ ആയിട്ട് ഉണ്ടായിരുന്ന വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പോ പക്ഷെ ഞാന് ഇവിടെ കേരളത്തിലായിരുന്നെങ്കിൽ ഞാൻ UN ഡയറക്ടർ ആവില്ല.
ഐ കനോട്ട്, കേരളത്തിലെ എത്ര മിടുക്കനാകുന്ന ഒരു സിവിൽ സർവീസുകാരനെക്കാട്ടിൽ ഇപ്പം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നവൻ എന്റെ പിയുടെ ശമ്പളം ഇല്ല ഇപ്പോഴും. സോ ദ പ്രോബ്ലം അബൌട്ട് ഇറ്റ് ഈസ് ആ ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ ആളുകൾ നോക്കുമ്പോൾ they have better opportunities and options. പിന്നെ ഡ്രീംസ് have become globalized. എന്റെ മകനെ സംബന്ധിച്ചിട്ട് UPSC or IAS is a small thing. He would rather become the CEO of Amazon, right? ഇതാണ് ഒരു സ്കെയിലിൽ വന്ന വ്യത്യാസം. അത് മധ്യതിരുവനന്തപുരത്തിലെ ഇപ്പൊ നിങ്ങള് ഡോക്ടർ എബ്രഹാം വർഗീസിന്റെ ഒരു നോവൽ ഉണ്ട്, ദ കവനന്റ് വിത്ത് വാട്ടർ എന്ന് പറഞ്ഞിട്ട്, അത് വായിച്ചു നോക്കണം. But the dreams have become globalized. അതിപ്പോ എന്റെ അച്ഛൻ അമ്മയും മൈഗ്രേറ്റ് ചെയ്ത്, അപ്പൊ ഞാൻ സെക്കൻഡ് ജനറേഷൻ മൈഗ്രേഷനാണ്. എന്റെ ഡ്രീംസ് ഗ്ലോബലൈസ്ഡ് ആയിരുന്നു. അപ്പൊ എന്റെ മകന്റെ ഡ്രീംസ് ഐ നെവർ തോട്ട് ഓഫ് എനിക്ക് UN വരെയൊക്കെ സ്വപ്നം കാണാൻ പറ്റില്ല. എന്റെ മകനെ സംബന്ധിച്ചിട്ട് he will think that he will become the CEO of one of the top companies. അപ്പൊ അങ്ങനെ ആ ഒരു ഡ്രീംസ് നമ്മുടെ മലയാളികളുടെ മാറി. അപ്പൊ അത് necessarily not a negative thing. It can also be seen as a positive thing. ഒരു കാര്യം കൂടി അങ്ങ് നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട, നമുക്കറിയാം ഇപ്പോൾ കേരളത്തിന്റെ സംസ്കാരവും ഈ പുറത്തെ രാജ്യങ്ങളിലെ സംസ്കാരവും തമ്മിൽ വിഭിന്നമാണ്. ഇപ്പോൾ നിയോ കൺസർവേറ്റീവ് എന്നൊരു ടേം നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കേരളത്തിന്റെ ആ ഒരു കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു ഊഷ്മളത, ചില കാര്യങ്ങളിൽ ഒരു അതിർവരമ്പ് നിശ്ചയിക്കുന്ന ആ ഒരു കാര്യം, അതുകൊണ്ടൊക്കെ തന്നെ നമ്മളൊരു കെട്ടുറപ്പുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കുറവുകളുണ്ടായാലും ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കളുടെ അത്ര ഒരു എക്സ്പോഷർ എനിക്കില്ല, പക്ഷേ എങ്കിൽ പോലും പുറത്തേക്ക് പോകുമ്പോൾ പല പ്രശ്നങ്ങൾ സാമൂഹികമായിട്ടും കുടുംബ ബന്ധങ്ങളിലൊക്കെ പല വിഷയങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ അതൊരു പോസിറ്റീവ് വശമല്ലേ ഈ നിയോ കൺസർവേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ആംഗിളിലൂടെ നമ്മൾ കേരളത്തെ നോക്കുമ്പോൾ? ശ്രീ ജോൺ സാമുവൽ. ഇത് തെറ്റിദ്ധാരണയാണ്. അതായത് മലയാളികള് അല്ലെങ്കിൽ ഇന്ത്യക്കാര് അല്ലെങ്കിൽ കൊറിയക്കാര് ലോകത്തെല്ലായിടത്തും, ടു സം എക്സ്റ്റെന്റ് ജാപ്പനീസ്, പക്ഷെ കൊറിയക്കാരും പിന്നെ ഇന്ത്യക്കാരും വെരി ക്ലോസ് നിറ്റ് ഫാമിലി. ഈ വിദേശത്ത് മൈഗ്രന്റ് ഫാമിലീസ് എല്ലാം വളരെ ക്ലോസ് നിറ്റ് ആണ്. ആക്ച്വലി ദേ ആർ മോർ ക്ലോസ് നിറ്റ്. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഈ ഇവിടുന്ന് ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസ് പോകുന്ന അമേരിക്കയിൽ പോകുന്നവരുണ്ടല്ലോ, ഭയങ്കര തമാശാണ്. അവിടെ റോമൻ കത്തോലിക്കനോടും മാർത്തോമക്കാരനോടും NSSനോടും ഓർത്തഡോക്സുകാരോടും ഇങ്ങനെ സബ് കമ്മ്യൂണിറ്റികളായിട്ട് അവർ ജീവിക്കുന്നത്. ദേ ലിവ് ഇൻ എ കൊക്കൂൺ. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളം പല കാര്യത്തിലും അഡ്വാൻസ്ഡ് ആയി. പക്ഷെ ഇപ്പോഴും ഈ കൊക്കൂണിൽ താമസിക്കുന്നവര് അപ്പൊ ഈ ബന്ധങ്ങളിൽ ശിഥിലമാകുന്നു എന്നുള്ളതൊക്കെ വളരെ തെറ്റിദ്ധാരണയാണ്. വിമൻ ആർ മോർ എഡ്യൂക്കേറ്റഡ് ഇൻ കേരള ആൻഡ് മോർ എംപവേർഡ്. നിങ്ങളിപ്പോ വിദ്യാഭ്യാസം നോക്കിയോ, സിവിൽ സർവീസ് നോക്കിയോ, അല്ലെങ്കിൽ മെഡിസിൻ നോക്കിയോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പക്ഷെ ആമ്പിള്ളേരെല്ലാം ഉണ്ടല്ലോ, ബിക്കോസ് ദേ ഹാവ് ബീൻ പുട്ട് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ആൻഡ് ദെൻ ദെയർ ഈസ് എ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ഉണ്ടാകുന്നത്. നമ്മൾ ഈ പറയുന്ന ഊഷ്മള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സസും ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോ ലഹരിയുടെ വിപണനം നടക്കുന്നത്. മനസ്സിലായി? അപ്പൊ കേരളം ഭയങ്കര മനോഹരമാണെന്ന് നമ്മൾ ഈ പറയുമ്പോൾ തന്നെ അതിനൊരു മറുവശം കൂടെ ഉണ്ട്. കേരളത്തിൽ ഇപ്പൊ ഭയങ്കര വർഗീയതയാണ്. മനസ്സിലായി? നിങ്ങൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പോലും അവിടെ പറയുന്നത് പിന്നെ എല്ലാവരും ഒരുമിച്ചു എന്നുള്ളതല്ല, ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി ആകുന്നില്ല. അതിൽ നിന്നും കൂടെ ഒരു രക്ഷപ്പെടലാണ് ചെറുപ്പക്കാർ പോകുന്നത്. There are so many reasons for it. ഞാൻ അവസാനമായിട്ട് ഡോക്ടർ അഭിലാഷിലേക്ക് വരികയാണ്. നമുക്കറിയാം നമുക്ക് ഇത് ഒരു സൊല്യൂഷനിലേക്ക് കൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ കുറേ നെഗറ്റീവ് വശങ്ങളുണ്ട്. നമുക്ക് യുവാക്കൾക്ക് പ്രതീക്ഷയില്ലാത്ത പല കാര്യങ്ങളുണ്ട് നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, തൊഴിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ? നമ്മളൊരു പോയിന്റ് ഓഫ് നോ റിട്ടേണിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യത ഇനിയും നമ്മുടെ മുമ്പിലുണ്ടോ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്? ഡോക്ടർ അഭിലാഷ്. കേരളത്തിന്റെ സാമൂഹ്യ സ്വഭാവം സമൂലം മാറുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പ്രതിവിധി. അതില് ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടണം. പ്ലസ് അവരെ അനാവശ്യമായിട്ട് ജഡ്ജ് ചെയ്യുന്ന രീതികൾ മാറണം. അവർക്ക് ഒരു തൊഴിൽ സ്വസ്ഥമായിട്ട് എടുക്കാനുള്ള അവസരം ഉണ്ടാവണം. അതുപോലെ തന്നെ പരാജയങ്ങളുടെ പേരിൽ അവരെ കളിയാക്കാതിരിക്കണം, അപമാനിക്കാതിരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, കേരളത്തിനകത്ത് ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് പഠിച്ചു വരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഒരു സർക്കാർ ജോലി അല്ലാതെ വേറൊന്നും ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നില്ല. എന്നാൽ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ പോലും അവർക്ക് സ്വന്തമായിട്ട് ഒരു MSME എന്റർപ്രൈസ് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാം, സ്റ്റാർട്ടപ്പ് തുടങ്ങാം. അതുപോലെ തന്നെ പരാജയപ്പെടാം.
പരാജയങ്ങളെ അംഗീകരിക്കുന്ന ഒരു തലമുറ, ഒരു സമൂഹമോ ചുറ്റുമില്ലാത്തത് ചെറുപ്പക്കാർക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം അവർ വൾണറബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ക്ലൈമറ്റ്, ഒരു സോഷ്യൽ ക്ലൈമറ്റ് മാറുക എന്ന് പറയുന്ന ഒരു സാധ്യത ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ അത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന നമുക്ക് ചുറ്റുമുള്ള ഈ തലമുറ എന്ന് പറഞ്ഞാൽ 50ഓ 55ഓ വയസ്സിന്റെ ശരീരത്തിൽ 70ന്റെയും 75ന്റെയും പ്രിജുഡിസും ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ബിഹേവിയറും വെച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന ഒന്നുണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന ഒരു തരം യയാതി കോംപ്ലക്സ് എന്നാണ്. ഈ യയാതി കോംപ്ലക്സ് മാറിയിട്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ, അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമൂഹത്തെ ബിൽഡ് ചെയ്യുക, അതുപോലെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കുക. ഇതെല്ലാം ചെയ്താൽ മാത്രമേ സാമൂഹിക സാധ്യതകളെ റിപ്പയർ ചെയ്യാനും റീഅഡ്ജസ്റ്റ് ചെയ്യാനും കഴിയുള്ളൂ എന്നുള്ളത്. ഇപ്പൊ നേരത്തെ ഇദ്ദേഹത്തിന്റെ മകൻ CEO ഓഫ് ആമസോൺ ആവാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേ കാര്യം തന്നെ ആമസോൺ പോലെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള മൈൻഡ് സ്പേസ് പോലും ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. അപ്പം ഇതിനൊക്കെ വേണ്ടുന്ന ഒരു സ്ഥലം, എനിക്ക് എന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്റെ സ്വപ്നങ്ങളെ എന്റെ നാട്ടിൽ ജയിപ്പിക്കാം എന്ന് പറയുന്ന ആ രീതിയിലേക്ക് ഒരു പോളിസി റീബിൽഡിംഗ് ഉണ്ടാവണം. അതിന് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വയസ്സുള്ള ആളുകളുടെ അല്ലെങ്കിൽ 21 വയസ്സുള്ള കുട്ടികളുടെ എന്താകണം എന്നല്ലെങ്കിൽ അവരുടെ നയങ്ങൾ തീരുമാനിക്കേണ്ടത് 60 വയസ്സിലും 65 വയസ്സിലും മേലെയുള്ളവരാവരുത്. തല നരച്ചവർ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറുപ്പക്കാരാവില്ല. ചെറുപ്പക്കാർക്ക് വേണ്ടി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ യൂത്ത് സെൻട്രിക് ആയിട്ടുള്ള പോളിസീസ് യൂത്തിനിടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കണം. അത് കോൺട്രവേഴ്ഷ്യൽ ആയാലും അത് പരാജയമായാൽ പോലും അവർക്ക് സ്പേസ് കൊടുക്കണം. ആ സ്പേസ് കൊടുത്താൽ മാത്രമേ അവർ നമ്മൾക്ക് നിൽക്കുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം ഇവിടെ തരത്തിലുള്ള ആളൊഴിഞ്ഞ വീടുകളുടെ എണ്ണം കൂടും. അതുപോലെ തന്നെ അത്തരം വീടുകൾ നമ്മുടെ ഒരു സോഷ്യൽ ഡിസാസ്റ്റർ ആയിട്ട് നിൽക്കുകയും ചെയ്യും. സോ വാട്ട് വി നീഡ് ഇസ് എ ടോട്ടൽ പോളിസി റീസൺ. അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രിജുഡിസ്ഡ് ആയിട്ട് ഇവരെ കാണുന്ന സമീപനമാണ് മാറും. അവരെ മനസ്സുകൊണ്ട് ചേർത്ത് നിർത്തിയാൽ മാത്രമേ ബാക്കി എല്ലാ തലത്തിലേക്കും നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ വാട്ട് വി നീഡ് ഇസ് എ സോഷ്യോ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ ഓവർ. തീർച്ചയായും വളരെ വ്യക്തമാണ്. അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഭരണകൂടങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ഇടപെടേണ്ട ഒരു വിഷയം തന്നെയാണിത്. യുവജനങ്ങളുടെ സ്വപ്നങ്ങളെ പടുത്തുയർത്തുവാൻ പോകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടണം. അതിനുവേണ്ട നയരൂപീകരണങ്ങൾ ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. പഴയ കേരളത്തെ തിരിച്ചുപിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയങ്ങൾ ഭരണകൂടങ്ങൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുഖവിലക്കെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോൺ സാമുവൽ, ഒപ്പം തന്നെ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, രണ്ടുപേർക്കും നന്ദി.